നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുരിങ്ങപ്പൂ കൊണ്ട് വളരെ രുചികരമായ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് മുരിങ്ങയുടെ പൂവ്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ തന്നെയും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിക്കും. രക്തത്തിലെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. ഇതിൽ അമിനോ ആസിഡ്, കാൽസ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില, കടുക് എന്നിവയിട്ട് നന്നായി പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി അല്പം വാടുമ്പോൾ അതിലേക്ക് മുരിങ്ങയുടെ പൂവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് നന്നായി വേവിച്ച പയറാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. നന്നായി മുട്ട എല്ലായിടവും ചേരുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ തോരൻ ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം എന്നിവ കൂടി ചേർക്കാം. പെരിഞ്ജീരകമാണ് ഇതിന് ഏറ്റവും നല്ലത്. നന്നായി അരേണ്ട ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി. ഈ അരപ്പ് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അരപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്തെങ്കിലും ആ മുരിങ്ങ പൂവിൽ കൂടി അല്പം ഉപ്പ് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. മുരിങ്ങപ്പൂ തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുരിങ്ങപ്പൂ ഇപ്പോൾ ധാരാളമുള്ള സീസണല്ലേ. ഈ ഒരു പൂവ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തോരൻ വെച്ച് കഴിച്ചാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതായി കാണുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.